അയ്യോൾ HSA പോലെയുള്ള എക്സാംസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിക്കകത്തുള്ള ക്രിസ്റ്റൽ ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ക്രിസ്റ്റൽ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം ഇതാണ്: NaCl ക്രിസ്റ്റൽ MgCl2ൽ ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ്? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണോ, ഷോർട്ട് കീ ഡിഫക്റ്റ് ആണോ, ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണോ, ഇതൊന്നുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഡിഫക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ രണ്ട് കൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരാറുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ്, എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന്. കാറ്റയോണും ആനയോണും അവയുടെ അനുബന്ധ ലാറ്റിസൈറ്റുകൾ ഉപേക്ഷിച്ച് ഒരു ജോഡി ഒഴിവുള്ള വൈകല്യങ്ങൾ സംഭവിക്കുന്ന പോയിന്റ് വൈകല്യത്തെയാണ് ഷോർട്ട് കീ വൈകല്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ്? ഒരു സെറ്റ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺസ് അവരുടെ ഒറിജിനൽ സൈറ്റിൽ നിന്നും മിസ്സാവുന്ന ഒരു കണ്ടീഷൻ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഡിഫക്റ്റുകളെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഷോർട്ട് കീ ഡിഫക്റ്റിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് നോക്കിക്കേ. കാറ്റയോൺ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും മാറി ഇന്റർസ്റ്റീഷ്യൽ ശൂന്യതയിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്ന പോയിന്റ് വൈകല്യത്തെയാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കാറ്റയോൺ അതിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്നും മാറി ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് പോകുന്നു. അതായത് ആക്ച്വലി അവർ എവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല പെർമനന്റ്ലി, അവരുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും മാറി ഒരു ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ടൊന്നും മാറി, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഡിഫക്റ്റുകളെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ NaClനെ നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് വെച്ചിട്ട് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? ഇപ്പൊ Na ചാർജ് Na+ ആണ്, ഒരു പോസിറ്റീവ് ചാർജ് ആണ്. മഗ്നീഷ്യോ Mg2+ ആണ്, അല്ലെ? അപ്പൊ ഒരു Na+നെ റീപ്ലേസ് ചെയ്താൽ Mg2+ന്റെ ചാർജ് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു Mg2+ വരുന്ന എങ്കിൽ അതിന്റെ ചാർജിനെ ബാലൻസ് ചെയ്യാനായിട്ട് 2 Na+ അവിടെ നഷ്ടപ്പെടണം. ഓക്കെ, അതിൽ ഒരു പൊസിഷനിലേക്ക് മാത്രമേ ആര് വരുന്നുള്ളൂ? ഒരു Mg2+ വരുന്നുള്ളൂ. ഓക്കെ, അതായത് ഓരോ ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടായ ഡിഫക്റ്റ് എന്താണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഷോർട്ട് കീ ഡിഫക്റ്റ്.